കുറെ ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ജീവിക്കാനുള്ള പൈസ മതി അല്ലേ ഇങ്ങനൊക്കെ അങ്ങ് പോയാൽ മതി എന്നുള്ളത്. എന്താ ഈ ജീവിക്കാനുള്ള പൈസ? പെട്രോൾ അടിക്കാൻ ഒരു 100 റുപ്യ, അതേപോലെ തന്നെ നമ്മളെ ഡെയിലി അലർച്ചുള്ള ചിലവ് കാര്യങ്ങൾ, വീട്ടിലേക്ക് മാസം മാസം അയച്ചു പോകുന്ന ഒരു ചെറിയ പൈസ, EMI പ്രശ്നങ്ങൾ, ഇതൊക്കെ അന്ന് ജീവിക്കാനുള്ള പൈസ. ഇത് മാത്രമാണോ ജീവിതം? നമ്മളിപ്പം നമ്മളെ വീട്ടിൽ എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ വന്ന് പെട്ടെന്നൊരു 5-6 ലക്ഷം റുപ്യ നമുക്ക് റൈസ് ചെയ്യണം. അപ്പം നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ കയ്യിൽ ജീവിക്കാനുള്ള പൈസയേ ഉള്ളൂ. കാരണം നമുക്ക് ഈ ഒരു 5 ലക്ഷം നമ്മുടെ അടുത്തില്ല. കുടുങ്ങിപ്പോവും ആ ഒരു സിറ്റുവേഷനിൽ. ഇത് നമുക്ക് എപ്പോഴാണ് മനസ്സിലാവുമെന്ന് അറിയോ? ഒരു മകനായിട്ട്, അല്ലെങ്കിൽ ഒരു ഏട്ടനായിട്ട്, ഒരു ഭർത്താവായിട്ട്, ഒരു ചേച്ചിയായിട്ട്, ഒരു മോളായിട്ട് ഒക്കെ നമ്മൾ തോൽക്കാൻ തുടങ്ങും ലൈഫിൽ. ആ ഒരു ടൈമിൽ നമ്മൾ ആലോചിക്കും, ഇത് പോരായിന്, അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും കൂടി ചെയ്യണേനെന്നുള്ളത്. പക്ഷെ അപ്പോഴത്തേക്ക് ഒരുപാട് ലേറ്റായി പോയിണ്ടാവും. ഞാൻ ഇത് നിങ്ങളാരെയും കുറ്റം പറയുന്നല്ലോ കേട്ടോ. ഇതിൽ സിറ്റുവേഷൻ കൊണ്ട് എത്തിപ്പെട്ട കുറേ ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ എല്ലാവരുടെയും ചുറ്റുപാടുകളാണോ ആ രീതിയിൽ മോൾഡ് ചെയ്യുന്നത്. നമ്മൾ അസ്ലിഫൈ സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു മെയിൻ റീസണും ഇതൊക്കെ തന്നെയാണ്. നമ്മൾ ഈ ഒരു ലൂപ്പ് മനസ്സിലാക്കുകയും ഇതിൽ എങ്ങനെയും പുറത്തേക്ക് വരണം, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന ആൾക്കാർ ഇതിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരണം. ആ റെയിമിൽ നമ്മൾ അസ്ലിഫൈ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരെയും നമുക്ക് ഇതിലോട്ട് കൊണ്ടുവന്ന് രക്ഷപ്പെടുത്താനൊന്നും പറ്റൂല. പക്ഷെ കുറച്ച് ആൾക്കാർ നമുക്ക് പിക്ക് ചെയ്ത് രക്ഷപ്പെടുത്താൻ പറ്റും. ഞാൻ ഈ ഒരു വീഡിയോ പറഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളെ മൈൻഡോട്ട് ഏതെങ്കിലും ഒരു ഫ്രണ്ടിനോ അല്ലെങ്കിൽ നിങ്ങളെ തന്നെ ഓർമ്മ വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോ, ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ചിലപ്പോൾ എന്നെ കൊണ്ട് പോലെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും.